സുഹൃത്തുക്കളെ, പൊയിനാച്ചി മയിലാട്ടി ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. കാണാം. ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് കൂടുതലും കഴിഞ്ഞിട്ടുണ്ട്. കാണാം, വലതുവശത്ത് ഈ ഭാഗങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിംഗ് കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. പൊയിനാച്ചി മുതൽ ഏകദേശം മയിലാട്ടി വരെ ഈ ഒരു വശത്തെ സ്ട്രീറ്റ് ലൈറ്റ് പ്രവൃത്തികൾ കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ അതിൻ്റെ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിങ്സിൻ്റെ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ ഇരുവശങ്ങളിലും ലൈറ്റ് ഫിറ്റിംഗ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, പൊയിനാച്ചി ഭാഗത്തേക്കാണ് നമ്മളിനി പോയിക്കൊണ്ടിരിക്കുന്നത്. പൊയിനാച്ചിയിലെ ഓവർപാസിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ്. ഇവിടുത്തെ വർക്കുകൾ എന്തായാലും നോക്കാം നമുക്ക്. പൊയിനാച്ചിയുടെ ഈ ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെയും ബാക്കിയുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓവർപാസിൻ്റെ വർക്കുകൾ എടുത്ത് നോക്കാം. ഓവർപാസിൻ്റെ ഈ ഭാഗത്തൊക്കെ കുന്നൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സോയിൽ ലെവൽ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. ഭാഗത്ത് നല്ല വർക്ക് നടന്നതായിട്ട് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, നോക്കാം. റീറ്റെയിൽ മാളിൻ്റെ പ്രവർത്തികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ മണ്ണ് ലെവൽ ചെയ്യുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട്. കുറച്ച് ഭാഗമാണ് ഈ റീറ്റെയിൽ മാളിൻ്റെ നിർമ്മാണം നടക്കാനുള്ളത്. ഈ റീറ്റെയിൽ മാൾ കെട്ടിക്കഴിഞ്ഞ ശേഷമായിരിക്കും ഈ പ്രോപ്പറായിട്ട് ഇതിൻ്റെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുക. സർവീസ് റോഡിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലെവൽ ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഒന്ന് ലെവൽ ചെയ്യുന്നത്. ഇതാണ് പൊയിനാച്ചി ഭാഗത്തെ പുതിയ പ്രവൃത്തികൾ. കോൺക്രീറ്റ് വാളിൻ്റെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം വേണം ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ ഹൈറ്റ് കൂടിയിട്ടാണുള്ളത്. അപ്പോൾ ഈ വെള്ളം ഇതിൻ്റെ അകത്തേക്കായിരിക്കും ചിലപ്പോൾ കണക്ട് ചെയ്യുക. ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്താണ് താഴ്ച ഉള്ളത്. അപ്പോൾ ആ ഭാഗത്തേക്കായിരിക്കും ഡ്രെയിനേജ് സിസ്റ്റം കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പൊയിനാച്ചി ഭാഗത്തെ ദൃശ്യങ്ങൾ കണ്ട് ചട്ടഞ്ചാലി ഈ ഭാഗങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് പൊയിനാച്ചിയിൽ നിന്ന് ഈ ഭാഗത്തേക്കാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇപ്പോൾ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കിനി ചട്ടഞ്ചാൽ അണ്ടർപാസിൻ്റെ പ്രവൃത്തികൾ എന്തായി നോക്കാം.
പെരും കാറ്റുണ്ട്. നമ്മൾ എത്തിക്കുന്ന വഴിയിലല്ല ഡ്രോണ് വരുന്നത്. ഒരു വർഷം നേരത്തെ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ്. അപ്പോൾ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ പ്രവൃത്തികളാണ് ഇനിയിപ്പോൾ നടക്കേണ്ടത് ഈ ഭാഗത്ത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബേസ്മെൻറ്റ് വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മറുവശത്തെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവൃത്തികളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ഇപ്പം ഏകദേശം ആ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം ഇവിടെ ഇനിയിപ്പോൾ അപ്രോച്ച് ഇത് എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്കാണ് ഇനി നടക്കാനുള്ളത്. നിങ്ങൾക്ക് കാണാം ഇവിടെ മണ്ണ് ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി 2 പാനലോളം മണ്ണ് എനിക്ക് തോന്നുന്നു ഉയർത്താനുണ്ടെന്ന് തോന്നുന്നു, മണ്ണ് ലെവൽ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നതാ. അപ്പോൾ എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്കിനുള്ള പ്രവൃത്തികളിവിടെ നടക്കുന്നുണ്ട്. കേട്ടാ, അതിനുള്ള പ്രവൃത്തികളാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഉണ്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്താൻ. പ്രവൃത്തികൾ നടക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഭാഗം മറ്റേ ചാനൽ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഭാഗത്തിപ്പോൾ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ ചട്ടഞ്ചാൽ വളവിൽ പുതിയ വഴിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രവൃത്തികൾ നോക്കാം നമുക്ക്. നല്ല രീതിയിലാണ് എക്സവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാരണം ഫുള്ള് എക്സവേറ്റർ കൊണ്ട് ഫുള്ള് എക്സവേഷൻ നടക്കുകയാണ്. നല്ല കാറ്റ് പിടിക്കുന്ന ഇടമെല്ലാം. ചട്ടച്ചാൽ വളവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഈ ഭാഗത്തിപ്പോൾ നല്ല വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ ഫുൾ എക്സവേഷൻ നടക്കുന്നുണ്ട്. നേരത്തെ കുന്നുണ്ടായ സ്ഥലമാണ്, ഉള്ള ചെങ്കൽപ്പാറയാണ്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്ന് എക്സവേറ്ററാണ് ഇവിടെ തകൃതിയായിട്ട് പണിയെടുക്കുന്നുള്ളത്. അടിപൊളിയായിട്ടാണ് ഈ ഭാഗത്ത് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഈ ഭാഗത്ത് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള
വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണം ഈ ഭാഗത്ത് നടക്കാനുണ്ട് ഇനി. അതേപോലത്തെ തന്നെ ഈയുടെ രണ്ടാമത്തെ വയഡക്റ്റിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. അതിൻ്റെ പ്രവൃത്തികളും പുരോഗമിച്ച് വരുന്നുണ്ട്. ഇവിടെ കാണാം ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിയറിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്തും നടക്കുന്നുണ്ട്. പിന്നെ വലിയ ഹെവി കണ്ടെയ്നർ വണ്ടികൾക്ക് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ കയറ്റം കയറാൻ. ഇപ്പോൾ താഴ്ന്ന തെക്കലും പാലം കഴിഞ്ഞ് ശേഷമുള്ള കയറ്റമാണ്. അപ്പോൾ അത് കയറാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ വലിയ ട്രക്കുകളെല്ലാം. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് പാറയുണ്ട്. ആ പാറനെ പൊട്ടിക്കുന്ന വർക്ക് നടക്കുന്നുണ്ട്. ഫുൾ പാറയാണ്. പാറ പൊട്ടിക്കുന്നുണ്ട്. അപ്പുറമാണ് മരുന്നിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഫുള്ള് മരുന്നിട്ട് നിറച്ചിട്ട് ഇതാക്കുന്നുണ്ട്. ഓ അതാടെ അങ്ങനത്തെ പാറയാണ് അവിടെയുള്ള. അങ്ങനെ സോയിൽ നെയിൽ ചെയ്യേണ്ടി വരും അവിടെ. അത്ര മണ്ണിടിയാൻ സാധ്യതയുള്ള മണ്ണാണ് അവിടെയുള്ളത്. എങ്ങനെ മണ്ണടിച്ചിട്ടുണ്ടാവും. ലോഡും വണ്ടിയെല്ലാം വരുന്നുണ്ട്. അത്ര കയറാനും പണിയുണ്ട്. അങ്ങോളുണ്ട് പാറ. ആ പാറിനെ ഇപ്പോൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഒരു കർവ് കെട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. ആ വെള്ളം, റോഡിലെ വെള്ളം അപ്പുറത്തേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ കെട്ടിയതാണെന്നറിയില്ല. ഫുള്ള് കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോളം കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ ഇതിൻ്റെ അടുക്ക് സൂചിപ്പിച്ച കർവ്. ഭയങ്കര ഒരു വളമാണ് ഇവിടെ. കയറ്റം, ഈ കയറ്റം അങ്ങനെ തന്നെ ഒരു വളവും. ഇവിടെ ഇങ്ങനെയാണ് ഭയങ്കര കയറ്റം. വലിയ വാഹനങ്ങൾ, ട്രക്കിനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ കയറ്റം കയറാൻ.
കാസർഗോഡ് ടൗൺ ഫ്ലൈ ഓവർ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ വലിയ വലിയ വാഹനങ്ങളുണ്ടല്ലോ ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഇപ്പോൾ മറ്റേ KSTP ചന്ദ്രിക റൂട്ടിൽ പോകുന്നില്ല. അറിയുന്ന ആൾക്കാരെല്ലാം അതിലേ പോകുന്നുണ്ട്, ചില വണ്ടികൾ, മീൻ വണ്ടി അങ്ങനത്തെ എല്ലാം. പക്ഷെ അറിയാത്ത ആൾക്കാരല്ലോ അങ്ങനെ ഫ്ലൈ ഓവറിൽ തന്നെ വന്നിട്ട് ചെറുക്കളത്തെയാണ് പോകുന്നുള്ളത് വണ്ടികൾ. തെക്കിൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. തെക്കൽ പാലത്തിലെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ തെക്കിലിപ്പോൾ ഇവർ പണിയെടുത്ത സ്ഥലം ഉണ്ടല്ലോ, ഈ പുഴ ഫുള്ള് മൂടിയിട്ട് പണിയെടുത്ത സ്ഥലം ഉണ്ടല്ലോ, ഇവർ മണ്ണെടുത്ത് ക്ലിയർ ചെയ്തിട്ടില്ല. ഇതിനൊക്കെ ഒരു പത്രവാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഭാവിയിൽ എന്താ പറയുക, മഴ പെയ്തിട്ടാകുമ്പോൾ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. ഇതിൻ്റെ തെക്കിൽ പാലത്തിന് മേലെ ഉള്ളവർക്ക് വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം ഈ ദിശ മാറിയിട്ട് ഒഴുകും ഇങ്ങനത്തെ കാര്യത്തിന് ഇവിടെ അല്ല, ഇങ്ങനെ മണ്ണ് ഇതാക്കിയാൽ. അപ്പം ഈ സൈഡിലുള്ള ഇതെല്ലാം ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ റോഡുകാരെ കൊണ്ട് ഇത് ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഭാവിയിൽ വളരെ അപകടം പിടിച്ച ഇതായിട്ടുണ്ടാവും. കാരണം അത് ഈടെല്ലാം ഈ കരെല്ലാം ഇടിഞ്ഞിട്ട് പോകും. വെള്ളം ഈ പുഴ ദേശം മാറിയിട്ട് ഒഴുകിയാലുണ്ടല്ലോ ഈ കരെല്ലാം പോവും വെളിയിട്ട്. ഫുള്ള് കണ്ട മണ്ണ് കണ്ടതാ, ഇതെല്ലാം മഞ്ഞ കാണുന്നില്ല, അതെല്ലാം മണ്ണാണ് കേട്ടാ. ഫുള്ള് പുഴ മൂടിയിട്ടാന്നുള്ളത്. ഇതാ ഫുള്ള് ദിശ മാറിയിട്ട് ഒഴുകാൻ സാധ്യതയുണ്ട് പുഴ. അപ്പോൾ നാട്ടുകാരിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വയ്യത് പണിയാവും. വെള്ളത്തിനെല്ലാം ക്ഷാമം ഉണ്ടാവും പിന്നീട്. അപ്പോൾ ഇതാണ് തെക്കൽ ഭാഗത്തെ. ഇനിയിപ്പോൾ ബേവിഞ്ച ഭാഗത്ത് നോക്കണ്ട. അപ്പോൾ ഇവിടുന്ന് എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്ക് കഴിഞ്ഞിട്ട് ബാക്കി മണ്ണ് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം ഇനി നടക്കാനുണ്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവർ അണ്ടർപാസ് ഇവിടെ ഇല്ല. ആ പള്ളിക്ക് മുമ്പിൽ ഒരു നടപ്പാത മാത്രമാണ്, നടന്നിട്ട് പോകാനുള്ള ഒരു വഴിയാണുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതുവഴിയാണ് വാഹനങ്ങൾ, ഇപ്പോൾ നമ്മളെ ആളൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഇതുവഴി ഇടുന്നാണ് അണ്ടർപാസ്. ഇപ്പോൾ വേണ്ട പാലത്തിൻ്റെ അടിയിലേണ്ട, പഴയ പാലത്തിൻ്റെ അടിയിൽ നേരത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഇതുവഴിയാണ് ഇപ്പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇവർ ഇപ്പുറത്തേക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ല, അവിടെ വഴിയില്ലല്ലോ. അപ്പോൾ അവർക്ക് ഏത് വഴിയാണ് കയറേണ്ടതെന്നുള്ള ആ ഒരു സൗകര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ പള്ളീൻ്റെ അടുത്തേക്ക് വരാം, പക്ഷേ മെയിൻ റോഡിലേക്ക് എങ്ങനെ കയറല്? ഭാവിയിൽ ബോവിക്കാനത്തുനിന്ന് ആളൂർ ഭാഗത്തു നിന്നല്ല വരുന്ന വാഹനങ്ങൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോവാൻ ഇപ്പോൾ ഇതിൽ വന്ന് ഇങ്ങോട്ടേക്ക് ഈ അണ്ടർപാസ് പോലെയാണുള്ളത്. ഇപ്പോൾ പാലത്തിൻ്റെ അടിയിൽ അപ്പുറത്തെ പുതിയ പാലം, ഇത് പഴയ പാലം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആടുന്ന് മുകളിലോട്ട് കയറാനുള്ള ഒരു ആക്സസും ഇല്ല അവിടെ. കാണിച്ചു തരാം. അപ്പോൾ ആളൂരിൽ നിന്ന് വരുന്ന വണ്ടി കാസർഗോഡ് ഭാഗത്തേക്ക് പോകണമെന്ന് വിചാരിച്ചു ഭാവിയിൽ. പക്ഷെ അവിടുന്ന് പള്ളീൻ്റെ അവിടുന്ന് ഒരു ആക്സസ് റോഡിലേക്ക് പോകണം ഇനി. അതിപ്പോൾ ഭാവിയിൽ ഉണ്ടാക്കുമെന്നറിയില്ല, കാണിച്ചു തരാം. ഇങ്ങനെ വന്ന് ഇവിടുന്ന് റോഡിലേക്ക് ആക്സസ് വേണം. പുഴ, തെക്കിൽ പുഴ. ഇതിപ്പോൾ അവിടുന്ന് വരുന്ന ഭാഗം, ഇതൊന്ന് പള്ളിക്കുള്ള നടന്നിട്ട് പോകാനുള്ള ഒരു ആക്സസ്. ഇതുവഴി ഇനി ഭാവിയിൽ ഈ മെയിൻ റോഡിലേക്ക് ആക്സസ് ഉണ്ടാവുമെന്നറിയില്ല. അവിടെല്ലാം റെഡി ആക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഉണ്ടാവും തോന്നുന്നു. ചോദിച്ചോക്കാം ഏതായാലും. ഇവിടെ നിർമ്മാണം അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഇവിടെ ഒരു ആക്സസ് വരുന്നുണ്ട്. നേരത്തെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഈ റീറ്റേൺ വാളി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാമായിരുന്നു. ഇപ്പം വീണ്ടും ഒരു ആക്സസ് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ആ ഒരു സംവിധാനം ഇവിടെ ഇല്ല.
അങ്ങനത്തെ എല്ലാം ഒരു എന്തോ ഒരു കണക്കിനാണ് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം ഭയങ്കര ചൂട് രാവിലെ തന്നെ തൊട്ടിന്ന്. ഞാൻ വൈകുന്നേരം എടുക്കില്ല. വൈകുന്നേരം എടുക്കുമ്പോൾ കാറ്റും ഭയങ്കര കാറ്റും കൊണ്ടാണ്, എതിരിൽ വെയിലുമാണ്. അതാണ് ചോറ. വേവിച്ച വയഡക്റ്റിൻ്റെ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വയഡക്റ്റിൻ്റെ. ഇപ്പോൾ ഇവിടെ വർക്കുകൾ നടക്കാനുണ്ട്. ഇപ്പോൾ റീറ്റേൺ വാളിൻ്റെ ഉണ്ട്, മണ്ണെടുക്കാനുണ്ട് ഇവിടെ. ഇവിടെ നല്ല ഇനിയിപ്പോൾ ഇതാക്കാനുണ്ട് പ്രവൃത്തി. ഇവിടുന്ന് മണ്ണെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇവിടുന്ന് മണ്ണെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ വലിയ പ്രവൃത്തി നടന്നതായിട്ട് കാണുന്നില്ല. ഇവിടെ കുറച്ച് ടാറിങ് ആക്കിയിട്ടുണ്ട്. ഇവിടെ മണ്ണ് താത്തി വരുന്നണ്ട, ഇനിയും താഴ്ത്തിക്കൊണ്ടാണ് വരുന്നുള്ളത്. താത്തി വരുന്നതനുസരിച്ചിട്ട് ഈ ടാറിങ് പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ ലെവലിലാണ് കൊണ്ടുവരുന്നത് റോഡ്. ഇവിടെ റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. കാണാം ഈ താഴേക്കുള്ള ഒരു ആക്സസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി മെയിൻ റോഡിനുള്ള റീറ്റേൺ വാളും നിർമ്മിക്കുന്നുണ്ട്. ഗാർഡർ നിർമ്മിച്ചിട്ട് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള. ഇവിടെ ഒരു അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള റീറ്റേൺ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട്. പാലത്തിൻ്റെ ഒരു വശം ഏകദേശം കോൺക്രീറ്റ് എല്ലാം പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബ്രിഡ്ജിന് വേണ്ടിയിട്ട്, രണ്ടാമത്തെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ 2 പിയറും പിയർ ക്യാപ്പിൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. കാണാം ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട്, പൈൽ ക്യാപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഈ ഭാഗത്ത്. അപ്പം പിയർ ക്യാപ്പ് ഒക്കെ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്തേക്ക് ഇപ്പോൾ ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫുൾ ഗാർഡർ സെറ്റാക്കുന്നുണ്ട്.
ആ റാമ്പിൻ്റെ ഗർഡറുകൾ സ്ഥാപിച്ച ഭാഗത്ത് അതിൻ്റെ സ്ലാബിൻ്റെ വർക്കും ആരംഭിച്ചിട്ടുണ്ട്. കാണാം. ആ ഇതിൻ്റെ പ്രവൃത്തികൾ ഇപ്പോഴും സ്റ്റോപ്പായിട്ടുണ്ട്. എന്താണെന്ന് അറിയുന്നില്ല. കാണാൻ സാധിക്കും. ഈ അടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അത് ആ പിയറിൻ്റെ വർക്കാണ് ഇനി പെൻഡിങ്ങിലുള്ളത്. നേരത്തെയും പെൻഡിങ്ങിലുണ്ടായിരുന്നു. എന്ത് കഥ അറിയില്ല. ഫുള്ള് വർക്ക്. ഈ ഒരു പിയറിൻ്റെ ബാക്കിയുള്ള ഈ ഭാഗത്ത് ഇനി ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കൊക്കെ നടക്കാനുണ്ട് ഈ ഭാഗത്ത്. പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെയും ഡിവൈഡറിൻ്റെ എല്ലാം വർക്ക് നടക്കുന്നുണ്ട്. ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.